ഹായ് ഹലോ എല്ലാവർക്കും ഡി ഡിസൈൻസ് ബൈ വിദ്യയിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യ. ഇന്നൊരു ഈവനിങ് വ്ളോഗ് പോലെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും മുട്ട് പറിക്കാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ഒന്ന് അതും കൂടെ ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് കരുതി. അപ്പോൾ എന്താ മുട്ട് പറിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് 2 ദിവസത്തെ മുട്ട് എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് നന്ദുവിനെ വെച്ചിട്ട് പോകാനുള്ള ഇത് പൂ കിട്ടും. അപ്പോൾ നമ്മൾ ഒരു ദിവസം പറിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസത്തെയും കൂടെ എടുത്തിട്ടാണ് കെട്ടി വെക്കുന്നത്. ചില ദിവസങ്ങളിൽ തീരെ കുറവായിരിക്കും മുട്ട. അങ്ങനെ അടുപ്പിച്ച് കുറേ ദിവസം നന്നായിട്ട് മുട്ട് കാണും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും മുട്ട നിൽക്കും. അങ്ങനെയാണ് ഇവിടെ. ഇതാണ്ടോ, ഇത് 2 ദിവസത്തെ മുട്ടാണ് ഇത്രയും. അപ്പോൾ ഇത് നമ്മൾ കെട്ടിയെടുക്കുമ്പോഴത്തേക്ക് നന്ദൂസിന് ഒരു ദിവസം വെക്കാനുള്ളതാകും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കെട്ടയും കൂടെ ചെയ്യാമെന്ന്. അപ്പോൾ തന്നെ കെട്ടി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ മറന്നു പോകും. അപ്പോൾ അങ്ങനെ എനിക്ക് വീഡിയോ എടുത്തു തരുന്നത് അബിക്കുട്ടനാണ്. അബിക്കുട്ടനും നന്ദുവും കൂടെയാണ്. അപ്പോൾ അതാണ് കുറച്ച് ഇങ്ങനെ ലാഗ് അടിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കുറേ സബ്സ്ക്രൈബ്സ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അവരോടെല്ലാം നന്ദി പറയുന്നു. അപ്പോൾ ഇന്ന് രാത്രി കെട്ടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കും. ഇത് പിറ്റേന്ന് രാവിലെയാണ് ഫ്രിഡ്ജിൽ വെച്ച പൂവ് എടുത്തിട്ടുണ്ട്. എടുത്ത് നന്ദൂസ് നഴ്സറി പോകാൻ റെഡിയായി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ബോയൊക്കെ വെച്ച് സെറ്റായിരിക്കുകയായിരുന്നു. ഞാൻ ബോയ് എടുത്ത് മാറ്റിയിട്ട് അവിടെ പൂ വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ പൂവൊക്കെ വെച്ച് ആള് കാർട്ടൂൺ കണ്ട് ലയിച്ചിരിക്കുകയാണ്. അങ്ങനെ കാർട്ടൂണൊക്കെ ഓഫാക്കി നന്ദൂസ് റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് നഴ്സറി പോകാനായിട്ട്. ബാലൻസ് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ വിട്ടുപോയി. പിന്നെ കാണിക്കുന്നത് ഇനി വൈകിട്ടാണ്. നമ്മൾ അമ്പലത്തിലൊക്കെ പോയിരുന്നു. അമ്പലത്തിൽ പോകുന്ന വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ അത് വിട്ടുപോയി. പിന്നെ കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് അതെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് നേരം. ഇതിപ്പോൾ 2 ദിവസം മുന്നുള്ള വീഡിയോ ആണ്. അപ്പോഴപ്പോഴാണ് എടുത്തിടുന്നതാണ്. അങ്ങനെ അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബീഡ്സ് എളുപ്പത്തിൽ എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പോൾ കണ്ട് നോക്കുക കാണാത്തവരുണ്ടെങ്കിൽ. ഇത് നന്ദുവിന് വൈകിട്ട് ആയപ്പോഴത്തേക്കും നന്ദു നഴ്സറിയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവളറിയാതെ സർപ്രൈസായിട്ട് ഓർഡർ ചെയ്തിരുന്ന കളിപ്പാട്ടമാണ്. അപ്പോൾ അത് കണ്ടതിൻ്റെ സന്തോഷമാണ്. എവിടെ നോക്കിട്ട് ഇഷ്ടായ? എടുത്ത് നോക്ക്. അടപ്പ് പാത്രം, കറി കൊണ്ടുപോണ പാത്രം. എവിടെ പോകുന്നത്? ഓ, നിനക്ക് ഇതെല്ലാം ഇഷ്ടം? അടുക്കള പാത്രങ്ങള്, സ്പൂണ്. ദോശക്കല്ലേ? ദോശ തവയുണ്ടല്ലോ അതില്. ദോശ അതെ. അത് കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ അവളെല്ലാം എടുത്തു വെച്ച് നോക്കുന്നുണ്ടായിരുന്നു. അവളോട് പറഞ്ഞില്ലായിരുന്നു ഓർഡർ ചെയ്ത വിവരം. അവളെ കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കാണ് അറിയുന്നത്. അപ്പോൾ അങ്ങനെ അടുത്ത് ചായ ഇടാനുള്ള പരിപാടി തുടങ്ങി. അപ്പോൾ ചായയും കൂടി ഇട്ട് ചായക്ക് വേണ്ടിയിട്ട് അവിടെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അങ്ങനെ ചായ ഇടാൻ പോകുന്നു. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് ചായ കുടിക്കുന്നത്? 4 മണിക്കാണോ അല്ലെങ്കിൽ 7 മണിക്കാണോ? നമ്മളിവിടെ 7 മണിക്കാണ് ചായ കുടിക്കുന്നത്. 7, 7:30, 8 ആ ടൈമിൽ. അപ്പോൾ തിളച്ചിട്ടുണ്ട് ചായ. അപ്പോൾ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അങ്ങനെ ഗ്ലാസ്സിലൊഴിച്ച് ഇനി അവർക്കൊക്കെ കൊണ്ടു കൊടുത്തിട്ട് വരാം. കൊണ്ടു കൊടുക്കാൻ പോയപ്പോൾ ഒരാൾ തകർത്തിട്ട് പടം വരപ്പായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ വേറെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് കാര്യമുണ്ട്, നമ്മള് കുട്ടാനുണ്ടാക്കാൻ കപ്പൊക്കെ ഉണ്ട്. എന്നിട്ട് എന്റെ അച്ഛന്റെ കാലാണ്. എന്നിട്ട് വിശിച്ച് ചേച്ചി, എന്നിട്ട് കാൽ വാച്ചി, എന്നിട്ട് ബൈ ഐ ലവ് യു. ആൾക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ നമ്മൾ വീഡിയോസിലൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട്.
പിന്നെ അവൾക്ക് ചക്ക വറ്റൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അതും കൂടെ എടുത്ത് കൊണ്ട് വെച്ച് കൊടുത്തു. ശേഷം അടുത്ത വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇതൊന്ന് ചെയ്ത് തീരുകയാണെങ്കിൽ നാളെ എന്തായാലും വീഡിയോ ഇടാം കേട്ടോ. അപ്പോഴത്തേക്കും ഇത് വ്ളോഗ് എടുത്ത് വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ ചെറിയ നമ്മുടെ വീട്ടിലുള്ള ചെറിയ വിശേഷങ്ങൾ ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ മെയിനായിട്ടുള്ള വീഡിയോ കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റിച്ചിങ് എംബ്രോയ്ഡറി തന്നെയാണ്. അപ്പോൾ അതിനിടയിൽ ചെറിയ ചെറിയ വീഡിയോസ് ഇതുപോലെ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.